ഒരു നടനും സ്വർണ്ണക്കടക്കാരനും ഉൾപ്പെടെ 27ഓളം പേർ ഇതിൽ സ്വർണം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവരെ ആരൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് 27 പേരെയും കണ്ട് മൊഴി രേഖപ്പെടുത്തണം. അവർ എത്രമാത്രം സ്വർണം കൊടുത്തു, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിനെയൊന്നും സംബന്ധിച്ച് ഒരു കണക്കും ഒരു രേഖയും ഒരു റെസിപ്റ്റും ഒന്നും ഈ പറഞ്ഞ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൈവശമില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ. കാരണം ഒരു കണക്കുമില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും കോടതി ഇതിൽ വളരെ ഗൗരവതരമായ അന്വേഷണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതായിട്ടുള്ളൂ. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണം അതിൻ്റെ കൂടുതൽ കുരുക്കുകൾ മുറുകുന്നുണ്ട് എന്ന് പലപ്പോഴും അന്വേഷണത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമപ്രകാരം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ നിസാരമായിട്ട് തന്നെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് നൽകാം. അതിനുള്ളൊരു അവകാശമുണ്ട്. ഈ സമയം ആയുധമാക്കി തന്നെയല്ലേ ഇപ്പോൾ ഓരോ പ്രതികളായി പുറത്തേക്ക് ഇറങ്ങുന്നത്. 5 പ്രതികൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി 1, 2, 3 പേര് മാത്രമാണ് അകത്തുള്ളത്. അതും ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടയിൽ ഈ SITയുടെ മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഴ്ച പരിഹരിച്ചില്ലെങ്കിൽ പ്രതികൾക്കൊക്കെ ഇനിയും പുറത്തു വന്ന് വിലസാമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും കാലങ്ങൾ എടുക്കില്ലേ അന്വേഷണത്തിൽ ഒരു റിസൾട്ട് കിട്ടാൻ? തീർച്ചയായിട്ടും ഇനിയും മാസങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളതുപോലെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പരിശോധന വീണ്ടും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ഈ സ്വർണത്തിന്റെ ഘടകങ്ങൾ അയക്കാൻ പോകുന്നു. അതിൽ നിന്ന് ഇതിന്റെ കാലപ്പഴക്കവും നഷ്ടപ്പെട്ട സ്വർണവും അങ്ങനെയുള്ള അതിന്റെ അളവ്, തൂക്കം ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അത് സമയമെടുത്ത് തന്നെ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റിമാൻഡ് പീരീഡ് അല്ല ഇതിന്റെ ശിക്ഷയല്ല. അത് ശരിക്കും റിമാൻഡ് പീരീഡിൽ കുറച്ചു നാളേറെ കിടക്കുകയും അല്ലെങ്കിൽ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിമാൻഡിൽ തുടർന്നുകൊണ്ട് പോകാൻ പറ്റും. ഒരു പൂർണ്ണതയില്ലാത്ത അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറ്റവാളികൾ ആ വിസ്താരത്തിന് ശേഷം, വിചാരണയ്ക്ക് ശേഷം വെറുതെ വിടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് കുറ്റമറ്റ രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് പൂർണ്ണമായിട്ടും ഒരു നല്ല രീതിയിലുള്ള ചാർജ് ഹാജരാക്കി പ്രതികളെ ശിക്ഷിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് SIT ഈ രീതിയിലേക്ക് പോകുന്നത്. അതിനെ കാലതാമസം എന്ന് പറയുന്നത്, ഇങ്ങനെ സങ്കീർണമായ ഒരു കേസിൽ കാലതാമസം സ്വാഭാവികമാണ്. ഒരു ഫുൾ സ്റ്റോപ്പിൽ നിർത്താൻ പറ്റുന്നതല്ല അന്വേഷണം. കാരണം ഇനിയും കുറച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല, അല്ലെങ്കിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. അവർ പരമാവധി ഇതിൽ തെളിവുകൾ ശേഖരിക്കുക, അതായത് നഷ്ടപ്പെട്ട മുതലുകൾ ശേഖരിക്കുക എന്നുള്ള ആ കടമയിലേക്കാണ്. അത് കൃത്യതയോടുകൂടി, കണക്കോടുകൂടി കൃത്യമായി ചെയ്യുക. അതിന്റെ കാലപ്പഴക്കം അങ്ങനെയുള്ള ഉൾപ്പെട്ട സകല വിവരങ്ങളും ശേഖരിച്ച് അന്വേഷണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, അത് മാത്രമല്ല, ഇപ്പോൾ കുറേയധികം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. അതിന് എത്ര നാൾ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? മാത്രമല്ല, ഈ തെളിവുകളുടെ അഭാവം അത് വലിയ തരത്തിൽ ഈ കേസിനെ കുഴപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആ തെളിവുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എങ്ങനെയാണ് എത്താൻ സാധിക്കുക? നിലവിലെ സാഹചര്യത്തിൽ സർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1, 2 ആളുകളല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ് അവിടെ നടന്നത്. അത് ഇന്നോ ഇന്നലെയോ അല്ല. ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു നാൾവഴികൾ തന്നെ ഈ ഒരു കൊള്ള നടന്നിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മറ്റ് അമ്പലങ്ങളിലും ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓഡിറ്റിങ്ങിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് ശരിയായ രീതിയിലല്ല. ശബരിമല പോലെ ഇത്ര പ്രമാദമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രമാത്രം ഭക്തജനങ്ങൾ കൂടുന്നതും ഇത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശബരിമലയിൽ പോലും ഇത്രമാത്രം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പമുള്ള മറ്റ് അമ്പലങ്ങളിൽ, പ്രധാനപ്പെട്ട അമ്പലങ്ങളിലെല്ലാം ഒരു ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു പരിശോധന കർക്കശമായി നടത്തേണ്ടത് ആവശ്യമാണെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതിലുള്ള പ്രധാന കണ്ണികൾ ഇപ്പോഴും പിടിയിലായിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു ഗ്യാങ്ങിന് അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിൽ പ്രതികളാണെങ്കിൽ തന്നെ ഈ പ്രതികൾക്ക് നിർണായകമായ വിവരങ്ങൾ ഇങ്ങനെ പോയാൽ നന്നാകും, അല്ലെങ്കിൽ ശരിയായ തീരുമാനം ഇതാണ് എന്നൊരു ഉപദേശകൻ അല്ലെങ്കിൽ അതിന് പിന്നിൽ നിൽക്കുന്ന പ്രമുഖനായ വ്യക്തി ഇനിയും പുറത്തു തന്നെയാണോ എന്നൊരു സംശയം മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ?
അല്ല, ഇതിനെ ഏകോപിപ്പിച്ച് നടത്തുവാൻ അങ്ങനെ ഒരു ശക്തമായ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനമോ എന്തെങ്കിലും ഉള്ളതായിട്ട് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതില് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പൊതുഘടകമാണ്. അയാള് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഴുവൻ തട്ടിപ്പിനും കൂട്ടുനിന്നിട്ടുള്ള വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളോടൊപ്പം ചേരുകയോ അല്ലെ അയാൾ ചേർക്കുകയോ ചെയ്ത ആൾക്കാരാണ് ഇതിലെ മറ്റു പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും താല്പര്യപ്രകാരം പ്രവർത്തിക്കുന്ന ആളാണോ എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇതിലൊരു 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രതിവർഗത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. കോടതി തന്നെ അത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ കരുതിക്കൂട്ടി ഒരു സംഘം ആളുകൾ, അധികാരമുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പല്ലേ മോഷണമാണ്. അപ്പൊ തെളിവുകൾ ആദ്യം മുതൽ തന്നെ നശിപ്പിച്ച് ഏതെങ്കിലും ഒരു അന്വേഷണം എന്തെങ്കിലും സാഹചര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ, അന്വേഷണത്തിൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള സർവ്വ കരുതലുകളും നടത്തിപ്പോയ ഒരു വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ സംഭവമാണിതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.